പുതുചരിത്രമെഴുതി ശുഭാൻഷു. ആക്സിയം പേടകം ബഹിരാകാശ നിലയത്തിലെത്തി. ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റാടി. US ഇടപെട്ടില്ലെങ്കിൽ ഇസ്രായേൽ സമ്പൂർണമായി തകർന്നേനെയെന്ന് ഖാംനെയി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ദുഗോപന്റെ ആനോ മികച്ച നോവൽ, ഷിനിലാലിന്റെ ഗരിസപ്പാരുവി അഥവാ ഒരു ജലയാത്ര മികച്ച ചെറുകഥ. അയാൾ ഇന്ത്യക്കാരനല്ല, പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു. സുഹ്റാൻ മംദാനിയെ കുറിച്ച് കങ്കണ. ഡിങ്കി ബോട്ട് തകരാറിലായി. നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തും ഉദ്യോഗസ്ഥരും കാട്ടിൽ കുടുങ്ങി. ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഉടൻ അറസ്റ്റിനു സാധ്യത. ഇസ്രായേൽ പട്ടാളക്കാർക്ക് നൽകുന്നത് കാലഹരണപ്പെട്ട യുദ്ധ ടാങ്ക്. വേണ്ടത്ര സുരക്ഷ ലഭിച്ചില്ലെന്നും ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികന്റെ അമ്മ. അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് നിർണായക വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തതായി കേന്ദ്ര സർക്കാർ. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ വിവാദം. സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന് ഹൈക്കോടതി. ആ പേര് മാറ്റിയേ തീരൂ, അല്ലാതെ പ്രദർശനാനുമതി നൽകില്ല. സുരേഷ് ഗോപി ചിത്രത്തിൽ സെൻസർ ബോർഡ്.